ഇന്ത്യൻ ക്രിക്കറ്റിലെ 3 ഇതിഹാസ താരങ്ങളാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും. അവർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വിരമിക്കലിനോട് അടുക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇന്ത്യ T20 ലോകകപ്പ് വിജയിച്ചതിന് ശേഷമാണ് ഈ 3 താരങ്ങളും തങ്ങളുടെ T20 കരിയർ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചത്. ഇപ്പോൾ മറ്റൊരു ICC ടൂർണമെന്റ് അടുക്കുകയാണ്. ഇനി അവർ എത്ര കാലം ഇന്ത്യൻ ക്രിക്കറ്റിനെ സേവിക്കുമെന്ന ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉയരുന്നത്. വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ജഡേജ എന്നിവരുടെ അവസാനത്തെ ICC ടൂർണമെന്റ് ആയിരിക്കുമെന്ന് മുൻ ഇന്ത്യൻ ഓപ്പണറായ ആകാശ് ചോപ്ര തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയാണ് വരാനുള്ളത്. പിന്നെ അടുത്ത ICC ഇവന്റ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലാണ്. അവിടെ നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. അതിനാൽ തന്നെ കോഹ്ലിയും രോഹിത്തും അല്ലെങ്കിൽ ജഡേജയും അവിടെ കളിക്കാൻ സാധ്യതയില്ല. പിന്നെ അടുത്തു വരുന്ന ICC ടൂർണമെന്റ് അടുത്ത വർഷം നടക്കുന്ന T20 ലോകകപ്പാണ്. ഈ 3 താരങ്ങളും ഇതിനോടകം തന്നെ T20യിൽ നിന്നും വിരമിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് 2027 ഏകദിന ലോകകപ്പാണ്. അത് വളരെ അകലെയാണ്. ഇത് ഞങ്ങളുടെ അവസാന ICC ടൂർണമെന്റ് ആയിരിക്കുമെന്ന് കളിക്കാർക്കും മനസ്സിലായിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത് ഈ 3 താരങ്ങൾക്കും വളരെ പ്രധാനമാണ്. ഇംഗ്ലണ്ടിനെതിരെ നടന്ന 3ാമത്തെ മത്സരത്തിൽ സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മ ഏകദിനത്തിലെ തന്റെ ഫോം വീണ്ടെടുത്തിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഫിറ്റ്നസ് ഉള്ള 2 കളിക്കാരാണ് വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും. എന്നാൽ അവർക്ക് കുറച്ചു വർഷം കൂടി കളിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ അടുത്ത വേൾഡ് കപ്പിൽ അവർ കളിക്കാനുള്ള സാധ്യത തീരെയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.